നമസ്കാരം. സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാലത്ത് എഴുന്നേറ്റ് PSC ബുള്ളറ്റിൻ പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ദിവസം നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഓരോ അക്കങ്ങളായിട്ട് ഉത്തരം വരുന്ന പല ചോദ്യങ്ങൾ അല്ലെ, നിരവധി ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം എന്ന രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ 1 മുതൽ 23 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായും അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് 6 മണിക്കാണ് ഇതിന്റെ ലൈവ് സെഷൻ നിങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ റെക്കോർഡ് കാണുന്നവർക്കാണ് ഞാനിത് അറിയിക്കുന്നത്. അപ്പൊ ലൈവ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാനായിട്ട്. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 24 എന്ന് ഉത്തരം വരുന്ന കുറേ ചോദ്യങ്ങളും അതിന് റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫയേഴ്സും ഫാക്ടുകളും എല്ലാം നമ്മുടെ പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് ഉപകാരപ്പെട്ടോട്ടെ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ 24 എന്ന് ഉത്തരം വരുന്ന കുറെ ചോദ്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ആമുഖം ഉൾപ്പെടെയുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? അതായത് 24 എന്നാണ് നമ്മുടെ ഉത്തരം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. 24 എന്നുള്ളതാണ് ഉത്തരം. 24ാമത് ഭേദഗതി, 24ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് 1971 നടക്കുന്നത്. ഒരു ഭരണഘടനാ ഭേദഗതി വരണമെങ്കിൽ അവിടെ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയേ തീരൂ എന്നുള്ളതാണ് 1971 24ാം ഭേദഗതി പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ആമുഖം ഉൾപ്പെടെയുള്ള ഭരണഘടനാ ഭാഗങ്ങളുടെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? 24ാമത്തെ. 24ാം ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1971 രാഷ്ട്രപതി അംഗീകാരം നൽകണം. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അധികാരം അല്ലെങ്കിൽ അംഗീകാരം നിർബന്ധമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 24ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അടുത്ത ചോദ്യം. ശുദ്ധമായ സ്വർണം എത്ര കാരറ്റ് ആണ്? കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് പഠിച്ചു? 22 എന്ന് ഉത്തരം വരുന്ന കുറെ ചോദ്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ 22 എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? 22 എന്ന് പറഞ്ഞപ്പോ അത് 916 ഗോൾഡ് ആണ്. ഔട്ട് ഓഫ് 1000 grams, നമ്മൾ എന്ത് പറഞ്ഞു? 916 ഗ്രാം സ്വർണം ഉണ്ടാവും. ബാക്കി ചെമ്പാണ് ആഭരണങ്ങളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് സ്വർണ്ണാഭരണത്തിന്റെ കാര്യമാണ് അല്ലെ, ഓർണമെന്റ്സിന്റെ കാര്യമാണ് ഇത്. ഈ പറഞ്ഞത് ഏതിന്റെ കാര്യമാണ്? ഓർണമെന്റ്സിന്റെ കാര്യമാണ്. നമ്മളിപ്പൊ ചോദിച്ചത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഏകാത്മക മിശ്രിതമാണ്. നമ്മളത് മിശ്രിതമായി കണക്കാക്കണമെങ്കിൽ ഓർണമെന്റ്സ് ആവണം അല്ലെ. ശുദ്ധപദാർത്ഥമാണ് ഗോൾഡ്. ശുദ്ധപദാർത്ഥമാണെങ്കിൽ 24 കാരറ്റ് ആണ്. 24 കാരറ്റ് ആണ് എന്ത് ശുദ്ധപദാർത്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 24 കാരറ്റ്. ഓക്കെ, 24 കാരറ്റ് ആയിരിക്കണം. അതായത് 1000 ഗ്രാം ഉണ്ടെങ്കിൽ തനി തങ്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് 24 കാരറ്റ് എന്ന് പറയുന്നത്. ശുദ്ധമായ സ്വർണം 1000 ഗ്രാംസിൽ 1000 ഗ്രാംസും ഗോൾഡ് തന്നെയാണെങ്കിൽ അതെന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ശുദ്ധമായ സ്വർണം എത്ര കാരറ്റ് ആണ്? 24 കാരറ്റ് ആണ്. ഓർണമെന്റ്സിൽ വരുന്ന ഏറ്റവും പ്യുവറസ്റ്റ് ക്വാളിറ്റി ഏതാണ്? 22 കാരറ്റ് ആണ്. അതായത് 916 ഗ്രാം. ഓക്കെ, അടുത്ത ചോദ്യം. കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം എത്രയാണ്? കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണമാണ് ചോദിക്കുന്നത് കേട്ടോ. കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം 24. ഹസ്തലക്ഷണ ദീപിക നിങ്ങൾക്കറിയാം അല്ലെ. ഹസ്തലക്ഷണ ദീപിക കഥകളിയുടെ ആദ്യത്തെ രൂപം എന്ന് ചോദിച്ചാൽ അത് രാമനാട്ടമാണ്. ഏതാണ്? രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യത്തെ രൂപമാണ് രാമനാട്ടം. ഇതിന്റെ അതേപോലെ തന്നെ
അതേപോലെ തന്നെ കഥകളിയുടെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം 24. കേളികൊട്ട്, ധനാശി പാടുക, അതേപോലുള്ള ചടങ്ങുകളെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നതും കഥകളി തന്നെയാണ്. വെട്ടത്ത് തമ്പുരാൻ നടത്തിയ പരിഷ്കാരങ്ങളെയാണ് വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ്. നമ്മൾ LDCയുടെ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് കലാ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടോപ്പിക്കുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ചോദ്യം ഇതായിരുന്നു, കഥകളിയിലെ അടിസ്ഥാന മുദ്രകളുടെ എണ്ണം എത്രയാണ്? 24 മുദ്രകൾ തിരഞ്ഞെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? ഹസ്തലക്ഷണ ദീപികയിൽ നിന്നുമാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ 2 കലാരൂപങ്ങളാണ് ഏതൊക്കെ? മോഹിനിയാട്ടവും കഥകളിയും. ഓക്കെ, അപ്പൊ കഥകളി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായിട്ട് രൂപം പ്രാപിക്കുന്നത്. കഥകളിയുടെ രംഗ അവതരണത്തെ ആട്ടക്കഥ എന്നും കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതത്തെ സോപാനം എന്നും അറിയപ്പെടുന്നു. അല്ലെങ്കിൽ രംഗാവതരണം, അതല്ലെങ്കിൽ അതിന്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നുണ്ട്. പച്ച, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെ 6 തരത്തിലുള്ള വേഷങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, മുദ്രാഭിനയത്തിന് കഥകളി നടന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറിയാവുന്ന ഫാക്ടുകളെല്ലാം കമന്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ കമന്റ്സ് നിങ്ങൾ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തൊക്കെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കഥകളിയാണ് പറഞ്ഞത്. കഥകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ഫാക്ടുകൾ പറഞ്ഞു ഒന്ന് പറഞ്ഞു നോക്കിക്കേ. കഥകളിയുമായി ബന്ധപ്പെട്ട് എത്ര മുദ്രകളാണ്? 24. മുദ്രകൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക എന്ന് പറഞ്ഞു. അതിന്റെ സാഹിത്യ രൂപം, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെന്താ പറഞ്ഞ? കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. കേളികൊട്ട്, അതേപോലെ തന്നെ തോടയം, മരങ്ങുകളി, പുറപ്പാട്, ധനാശി പാടുക, ഇതെല്ലാം കഥകളിയുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പച്ച, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിവയെല്ലാം വേഷങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഥകളിയുമായി ബന്ധപ്പെട്ട വേഷങ്ങളാണ്. ഓക്കെ, ആ ഓരോ സ്റ്റോറീസ് ഉണ്ടാവും. അതിന്റെ ഒരു നൃത്തനാടകം എന്ന രീതിയിലാണിത് അഭിനയിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ തന്നെയാണ്. നമുക്ക് എന്താണ് പരീക്ഷകളിൽ കഥകളിയുമായി കലാ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ളൊരു ചോദ്യം തരട്ടെ. ഓർത്താൽ വിസ്മയം. ഓർത്താൽ വിസ്മയം ആരുടെ ആത്മകഥയുമാണ്? ക്ലൂ ആണ് കേട്ടോ. കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെയാണ് ഓർത്താൽ വിസ്മയം. ആരുടെ ആത്മകഥയാണ്? തീർച്ചയായും എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, നിർബന്ധമായി കമന്റ് ചെയ്യണം കേട്ടോ, കാണുന്നവരെല്ലാവരും. ശരി, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരമാണ് സമുദ്രഭാഗമാണ് കണ്ടിൻജന്റ് സോൺ ആയി അറിയപ്പെടുന്നത്? നമ്മൾക്കറിയാം വ്യോമയാന രംഗത്തും മറ്റും എന്താണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസിലാണ്. അപ്പൊ നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ 1.85 കിലോമീറ്റേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1.852 കിലോമീറ്റേഴ്സ് ആണ് എന്ത്? ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.852 കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, വ്യോമയാന രംഗത്ത് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ഈ പറയുന്ന നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളിൽ തീരപ്രദേശത്തിൽ നിന്നും എത്ര ദൂരമാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു രാജ്യത്തിന്റെ അതിർത്തി എന്നറിയപ്പെടുന്നതാണ് എന്ത്? ടെറിട്ടോറിയൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ടെറിട്ടോറിയൽ സോൺ ആണ് അവരുടെ ആ ഒരു അതിർത്തി എന്ന് പറയുന്നത്. ഈ കണ്ടിൻജന്റ് സോൺ എന്ന് പറയുന്നത് 24 കിലോമീറ്റർ പരിധിക്ക് ഉള്ളിൽ വരുന്നതാണ്. 24 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്നതാണ് കണ്ടിൻജന്റ് സോൺ എന്ന് പറയുന്നത്. ടെറിട്ടോറിയൽ സോൺ എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ തീരപ്രദേശത്ത് നിന്നും 12 കിലോമീറ്റർ അകലത്തോട്ട് വരുന്നതാണ് ടെറിട്ടോറിയൽ സോൺ. അതായത് ആ രാജ്യത്തിന്റെ പരിധിയിൽ വരുന്ന ഭാഗങ്ങൾ എന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഹീറോഗ്ലിഫിക്സ് ലിപിയിലെ അടിസ്ഥാന ചിഹ്നങ്ങളുടെ എണ്ണം എത്ര?
ഹിറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഹിറോഗ്ലിഫിക്സിൽ 24 ചിഹ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്നൊക്കെ പറയുമ്പോൾ നൈൽ നദീ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നമ്മൾക്കറിയാം. അപ്പൊ അവിടെ ഈ നൈൽ നദീ തീരത്ത് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് എഴുത്തിന്റെയും ചിത്രങ്ങളുടെയും ചിഹ്നങ്ങളുടെയും രൂപത്തിൽ നിലനിന്നിരുന്ന എഴുത്ത് വിദ്യയാണ് ഹീറോഗ്ലിഫിക്സ് അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്തിലാണ്? ഈ പാപ്പറസ് പോലെയുള്ള മരത്തിന്റെയും മറ്റും ഇലകളിലും തണ്ടിലൊക്കെയാണ് ഇത് എഴുതുന്നത്. അതേപോലെ കല്ലിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്ഷ്യൻ റോസെറ്റ എന്ന പ്രദേശത്ത്. എവിടെയാണ്? റോസെറ്റ എന്ന് പറയുന്ന ആ ഒരു ശിലയാണ്. നൈൽ നദീ തീരത്ത് നിന്നും ഹൈറോഗ്ലിഫിക്സ് കണ്ടെത്തിയ ശിലയാണ് റോസെറ്റ എന്ന് പറയുന്നത്. വലത് നിന്നും ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ എഴുത്ത് വരുന്നത്. ഓക്കെ, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പാപ്പിറസ് ഇലയുടെ ചെടിയും അതിന്റെ ഇലകളുമായിരുന്നു. ആദ്യമായി ഇത് വായിക്കാൻ ശ്രമിച്ച ഫ്രഞ്ച് ഗവേഷകനായിരുന്നു ആരെന്ന് പറയുന്നത്? ഷംപോലിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ കൃത്യമായി ഓർക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എവിടെ നിലനിന്നിരുന്നു? നൈൽ നദീ തീരത്ത്. അവരുടെ വിശുദ്ധമായ എഴുത്ത് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. വിശുദ്ധമായ എഴുത്ത് ചിഹ്നങ്ങളുടെയും അക്ഷരങ്ങളുടെയും രൂപത്തിലായിരുന്നു ഈ എഴുത്തുണ്ടായിരുന്നത്. പാപ്പറസ് ചെടിയുടെ തണ്ടിലും ഇലകളിലുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ റോസെറ്റ എന്നുള്ളത് ഒരു ശിലയാണ്. ഈ ലിപി നമുക്ക് ആദ്യമായി കണ്ടെത്തിയത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുള്ളത്. ഇപ്പൊ ഹൈറോഗ്ലിഫിക്സ് എന്നൊരു ലിപി നമ്മൾ മനസ്സിലോട്ട് വരുമ്പോ നമ്മൾ മനസ്സിൽ പറയേണ്ട കാര്യങ്ങള്. ഓക്കെ ആണല്ലോ. ശരി, പിന്നെ അടുത്ത ചോദ്യം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എത്ര കാരറ്റ് സ്വർണമാണ് തങ്കം? ഞാനിപ്പോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ 24 കാരറ്റ് എന്ന് പറയുന്നത് തനി തങ്കം എന്നാണ് പറയാ. കംപ്ലീറ്റ് പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എത്ര ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്? എത്ര എണ്ണം ഉണ്ടായിരുന്നു? 24 എണ്ണം. മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതാം. ഭാഗം എത്രയാണ്? ഭാഗം 3 ആണ് അല്ലെ? ഭാഗം 3 ആണ്. ഭാഗം 3. ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 12 to 35 ആണ് മൗലിക അവകാശങ്ങൾ. അപ്പൊ നമുക്ക് എത്ര എണ്ണം വന്നു? 24 എണ്ണം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? കമന്റ് ചെയ്യൂ കേട്ടോ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? കമന്റ് ചെയ്യണേ. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതൊരു പൗരനും സുപ്രീം കോടതിയെ സമീപിക്കാം, കേസുകൾ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ വരുമ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അതിനുശേഷം സ്വത്തവകാശം 44-ാം ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും എടുത്ത് മാറ്റി ജനതാ ഗവൺമെന്റ് അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ടോട്ടൽ 24 ആർട്ടിക്കിളുകളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് ഹാജരാക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, കരിങ്കൽ തടങ്കൽ വിധിച്ച അല്ലെങ്കിൽ കരിങ്കൽ തടങ്കൽ ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി AKG ആണ്. ഏത് നിയമപ്രകാരമാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുക? 22 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളതാണ് ഞാൻ പറഞ്ഞത്, റിലേറ്റഡ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിനെ ഹാജരാക്കണം. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹത്തിന് അറിയിപ്പ് നൽകണം എന്നുള്ളത് അനുശാസിക്കുന്നത് 22-ാമത്തെ ആർട്ടിക്കിൾ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിലെന്താ ചോദ്യം? അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എത്ര മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. ബാലവേല നിരോധന നിയമവും ഏതിലാണ്? നമുക്ക് 24-ാമത്തെ ആർട്ടിക്കിൾ ആണ് കേട്ടോ വരുന്നത്. ഭരണഘടനയല്ല, ബാലവേല നിരോധനവും 24-ാമത്തെ ആർട്ടിക്കിളിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, സിനിമയിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് കടന്നു പോകുന്നത്? സിനിമയിൽ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ കടന്നു പോകുന്നു. സിനിമയിൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ഫ്രെയിമുകളുടെ എണ്ണം
24. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് 24 ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു ഫാക്ട് പഠിക്കുമ്പോൾ അതിന്റെ കിട്ടുന്ന അടുത്ത റിലേറ്റഡ് എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതേപോലെ ഒരു വർഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 10 ഫാക്ട് ആണെങ്കിൽ അത് മതി. ആ ഒരു വർഷവുമായി ബന്ധപ്പെട്ട് 10 ഫാക്ടുകൾ എഴുതി വെച്ച് പഠിക്കുമ്പോൾ ആ 10 ഫാക്റ്റും ആ ഒരു വർഷത്തിലോട്ട് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കണക്ഷനായിട്ട് നമുക്ക് മറ്റൊരു ദിവസം പിന്നെയും കാണാം കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഞാൻ കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് ഒരു ദിവസം വരാം. അടുത്ത ചോദ്യം എന്താണ്? സോവിയറ്റ് യൂണിയന്റെ ലൂണ ദൗത്യത്തിൽ എത്ര വാഹനങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത്? സോവിയറ്റ് യൂണിയന്റെ ലൂണ സീരീസ് എന്താ? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ഇറക്കുന്ന മൂൺ ഓർബിറ്റൽ മിഷൻസ്, അതായത് ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളാണ് എന്ത് ലൂണ സീരീസ് എന്ന് അറിയപ്പെടുന്നത്. ലൂണ സീരീസ് എന്ന് പറയുമ്പോൾ 1959 മുതൽ 76 വരെ. ഓക്കെ, 1959 മുതൽ 1976 വരെ എത്ര സീരീസുകൾ നടന്നു? 24 എണ്ണം വിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. 24 എണ്ണം. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനും അതിന്റെ ഉപരിതലത്തെ കുറിച്ച് മനസ്സിലാക്കാനും അതിലിങ്ങനെയുള്ള ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളായിട്ട് 1959 മുതൽ 76 കാലഘട്ടത്തിൽ ടോട്ടലി 24 ലൂണ മിഷൻസ് ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? 24 എണ്ണം. ലൂണ 25 നടക്കും. അതേപോലെ 26, 20 കുറെ വർഷം പിന്നെ ഗ്യാപ്പ് ആയിരുന്നു. 25, 26 സീരീസുകളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ നടക്കും. അങ്ങനെ നടന്നിട്ടുള്ള 24 എണ്ണം സക്സസ് ആയിട്ടുള്ള 24 എണ്ണമാണ് ലൂണ സീരീസിലായിട്ട് അറിയപ്പെടുന്നത്. ഏത് കാലഘട്ടത്തിലാണ് 24 എണ്ണം നമ്മൾ അറിയപ്പെടുന്നത്? 1959 മുതൽ 1976 വരെ. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാവുന്ന 24 എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചോദിക്കാവുന്നത് ലൂണ സീരീസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ്? ലൂണ സീരീസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരിക. ഓക്കെ, അപ്പൊ ലൂണ സീരീസ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ എന്താണ് ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളാണ്. 1959 മുതൽ 76 കാലഘട്ടത്തിൽ ടോട്ടലി എത്ര എണ്ണം? 24 എണ്ണം വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ 24 എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ.